Hi dear students, ഡബിൾ ഇൻ്റഗ്രലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർഫസിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. സപ്പോസ് വി ഹാവ് എ സർഫസ് ലൈക്ക് ദിസ് ആൻഡ് we want to find the surface area of this surface. Then using double integral we can find the surface area. ഈ ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് സർഫസ് ഏരിയ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ആദ്യം ഇങ്ങനെ കിട്ടുന്ന സർഫസിൻ്റെ ഒരു പ്രൊജക്ഷൻ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ, XY പ്ലെയിനിലോ YZ പ്ലെയിനിലോ അല്ലെങ്കിൽ XZ പ്ലെയിനിലോ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ഇങ്ങനെയുള്ള സർഫസുകളുടെ പ്രൊജക്ഷൻ ഒരു റീജിയനായിട്ട് നമ്മൾ മനസ്സിലാക്കും. സപ്പോസ് പ്രൊജക്ഷൻ ഓഫ് ദിസ് സർഫസ് ഓൺ ദ XY പ്ലെയിൻ ഈസ് ലൈക്ക് ദിസ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീജിയനാണ് ഈ സർഫസിൻ്റെ പ്രൊജക്ഷൻ റീജിയനായിട്ട് നമുക്ക് ഒരു പ്ലെയിനിൽ കിട്ടുന്നതെങ്കിൽ, ആൻഡ് സപ്പോസ് വി റെപ്രസെൻറ്റ് ദിസ് റീജിയൻ ആസ് R. ഇങ്ങനെ ഒരു റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ R എന്ന റീജിയനിൽ ഡബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ടാണ് സർഫസ് ഏരിയ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സർഫസ് ഏരിയ ഈ R ഉപയോഗിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് suppose z equal to f of xy is the equation of the surface and the projection region of this surface on the xy plane is R. Then the surface area is equal to double integral over R root of 1 plus dou f by dou x all square plus dou f by dou y all square dA. ഇതാണ് സർഫസ് ഏരിയ കാണുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഈ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. XY പ്ലെയിനിലാണെങ്കിലാണ് ഇതുപോലെ ഉണ്ടാവുക. ഇനി YZ പ്ലെയിനിലാണെങ്കിൽ ഇതുപോലെ ഒരു YZ പ്ലെയിനിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡോ എഫ് ബൈ ഡോ വൈ ഓൾ സ്ക്വയർ പ്ലസ് ഡോ എഫ് ബൈ ഡോ Z ഓൾ സ്ക്വയർ എന്നായിരിക്കും. XZ പ്ലെയിനിലാണ് ഈ പ്രൊജക്ഷൻ വരുന്നതെങ്കിൽ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് ഓൾ സ്ക്വയർ പ്ലസ് ഡോ എഫ് ബൈ ഡോ Z ഓൾ സ്ക്വയർ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഏത് പ്ലെയിനിലാണ് ഈ പ്രൊജക്ഷൻ വരുന്നത് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തോളണം. ഓക്കെ, ഇനി എങ്ങനെയാണ് സർഫസ് ഏരിയ കാണുന്നത് എന്നുള്ളത് ചില എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം. അതായത് ഡെഫിനേഷൻ അനുസരിച്ച് ഇങ്ങനെയാണ്. ഇഫ് എ സർഫസ് എസ് ഇസ് ഗിവൺ ബൈ Z ഈക്വൽ ടു എഫ് ഓഫ് XY ആൻഡ് the partial derivatives fx and fy are continuous on closed region R, then area of the surface over this R is given by a of s equal to double integral over R root of 1 plus dou f by dou x all square plus dou f by dou y all square dA. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അത്ര മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. നമുക്കറിയുന്നതാണ് സർഫസ് ഏരിയ. സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എ സ്ക്വയർ ആണ്, റേഡിയസ് എ ആണ്. അതുകൊണ്ട് 4πa സ്ക്വയർ ആണ് വരിക എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഡബിൾ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്, സർഫസ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സർഫസ് ഏരിയ കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഫിയർ, നമ്മുടെ ഒരു 3D സ്ഫിയർ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ കാണുന്നതിന് മുമ്പ് ഈ സ്ഫിയറിൻ്റെ ഒരു പ്രൊജക്ഷൻ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രൊജക്ഷൻ നമ്മുടെ XY പ്ലെയിനിൽ നമുക്ക് എടുത്തു നോക്കാം. ഈ സ്ഫിയറിൻ്റെ ഒരു പ്രൊജക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ സ്ഫിയറിൻ്റെ അപ്പർ പാർട്ട് മാത്രം കൺസിഡർ ചെയ്യാം. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ സ്ഫിയറിൻ്റെ അപ്പർ ഏരിയ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് സർഫസ്, ഇക്വേഷൻ ഓഫ് സർഫസ് ആസ് സ്ഫിയർ ഈസ് written as z equal to root of a square minus x square minus y square എന്ന് കിട്ടും. that is f of xy equal to root of a square minus x square minus y square എന്ന് എഴുതാം. ഇനി ഈ കാണുന്ന സ്ഫിയറിൻ്റെ ഒരു പ്രൊജക്ഷൻ നമ്മുടെ XY പ്ലെയിനിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്, XY പ്ലെയിനിലെ പ്രൊജക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഡിസ്ക് ആയിരിക്കും. ഇതുപോലെ ഒരു ഡിസ്ക്കാണ് നമുക്ക് കിട്ടുക. ആ ഡിസ്കിൻ്റെ റേഡിയസ് നമുക്ക്
എ ആയിരിക്കും. റേഡിയസ് ഈസ് എ ആണ് റേഡിയസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി നമുക്കുണ്ടാവുന്നത് സർക്കിളായിരിക്കും. സർക്കിള് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളാണ് നമുക്കിതിൻ്റെ ബൗണ്ടറി ഉണ്ടാവുക. അതോടൊപ്പം ഇതുപോലെ ഒരു ഡിസ്ക്കാണ് നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ റീജിയൻ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രൊജക്ഷൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ കാണുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റീജിയൻ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഹിയർ ആർ നമ്മൾ റീജിയൻ എഴുതുന്നത് എപ്പോഴും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി, ഈ രൂപത്തിലാണ് നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം the x varies from minus a to a, and to get the variation of or the range of y we can consider the straight line, vertical straight line like this. Here ഇവിടെ നമുക്ക് കിട്ടുന്നത് y വാല്യൂ കിട്ടുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നതിൽ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സോ y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നും ഇവിടെ ഉണ്ടാകുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക. സോ ദ പ്രൊജക്ഷൻ ഓഫ് ദ sphere on the xy plane is a disk. Projection of sphere on xy plane is a disk of radius a. So the region R is given by minus a less than or equal to x less than or equal to a, and minus root of a square minus x square less than or equal to y less than or equal to a square minus x square. So the surface area, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സർഫസ് ഏരിയ കാണുന്ന സമയത്ത് സ്ഫിയറിൻ്റെ അപ്പർ സർഫസിൻ്റെ ഭാഗം മാത്രമാണ്, ഏരിയ മാത്രമാണ് നമുക്ക് കിട്ടുക. സോ the surface area of upper part of sphere is equal to double integral over r root of 1 plus fx all square, that is dou f by dou x all square plus dou f by dou y all square dA. So the total surface area of sphere is of s equal to 2 times of this integral. ശരിയല്ലേ? കാരണം നമുക്കിത് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അപ്പർ പാർട്ടിന് മാത്രം സർഫസ് ഏരിയയാണ് കിട്ടുക. ഈ ലോവർ പാർട്ടും ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ട് കണ്ടിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. 2 ടൈംസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ആർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ ഡി എ എന്ന് കിട്ടും. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്കുള്ളത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഓർ എഫ് എക്സ് ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 1/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ എന്നും കൂടെ വരും. അതായത് കിട്ടുന്നത് മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ് കിട്ടുക. സിമിലർലി എഫ് വൈ, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു മൈനസ് എ ടു എ, y equal to minus root of a square minus x square to root of a square minus x square into root of 1 plus
ഡോ എഫ് ബൈ ഡോ എക്സ് ഓൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുണ്ടാവും. അതായത് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടും. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ടാവും. സിമിലർലി എഫ് വൈ സ്ക്വയർ ആണ്. എഫ് വൈ സ്ക്വയറിൻ്റെ എഫ് വൈ ഈക്വൽ ടു മൈനസ് വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് വൈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നും കിട്ടും ഇൻറ്റു ഡി എ എന്നാണ് ഉണ്ടാവുക. ഇനി ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times of integral minus a to a integral x equal to y equal to minus root of a square minus x square to root of a square minus x square into root of ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അന്നേരം നമുക്ക് കിട്ടുന്നത് റൂട്ട് ഓഫ് എ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എ ദാറ്റ് ഈസ് dy dx എന്ന് ചെയ്യാം. ഇനി ദാറ്റ് ഈസ് 2 times of minus integral a to a minus root of a square minus x square to root of a square minus x square into root of a square എന്ന് പറയുന്നത് a എന്നായി മാറും ആൻഡ് root of a square minus x square minus y square dy dx എന്നാണ് കിട്ടുക. ഇനി ഈ കാണുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. പോളാർ കോർഡിനേറ്റ്സിലേക്ക് ഡബിൾ ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഈക്വൽ ടു നമ്മൾ പഠിച്ചിരുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് ആർ തീറ്റ ആർ ഡി തീറ്റ എന്നുള്ളതാണ്. ഈ രീതിയിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേഷൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കിവിടെ ഉണ്ടായിരുന്ന റീജിയൻ ഏതായിരുന്നു? റീജിയൻ നമ്മുടെ ഡിസ്ക് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് റീജിയൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഡിസ്കിൽ നമുക്ക് കാണാൻ കഴിയുക പോളാർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളാണ് ഇതിൻ്റെ ബൗണ്ടറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ റീജിയൻ ഈ ആർ എന്ന റീജിയൻ പോളാർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ആർ ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് ഉണ്ടാവുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് നമ്മൾ പോളാർ ഫോമിൽ ഈ സമയത്ത് ഉണ്ടാവുക. എനിവേ ഇവിടെ എ ആണ് റേഡിയസ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആറിൻ്റെ വേരിയേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ ഇവിടെ എ വരെയല്ലേ റേഞ്ച് കാണാൻ കഴിയുക. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കിട്ടും. ആൻഡ് ആംഗിൾ തീറ്റ ഈസ് വേരീസ് ഫ്രം 0 to 2π. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എന്നും എഴുതാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 2 times ഓഫ് ഇൻ്റഗ്രൽ ആർ ഈക്വൽ ടു 0 to a ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 to 2π ഇനി എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതിനെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. സോ വി ഗെറ്റ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക. എനിവേ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇനി ആർ ഡി ആർ ഡി തീറ്റ എന്നുള്ളതാണ് ആർ ഡി ആർ ഡി തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനെ നിങ്ങൾക്കറിയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാം. ഇനി ഈസി ആയിട്ടുള്ള മെത്തേഡുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രൂപത്തിലാണെങ്കിലും ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഏറ്റവും ഈസി ആയിട്ടുള്ളത് എ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയുന്നതിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 2r dr ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും. സോ ആർ ഡി ആർ ഈക്വൽ ടു മൈനസ് 1/2 ഡി ടി എന്ന് കിട്ടും. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അവസാനം നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 4πa² എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് ആൻസർ ക്ലിയർ ആണോ കറക്റ്റ് ആണോ നോക്കുക. എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചേക്കുക, ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാർട്ട് ഓഫ് ദ പ്ലെയിൻ z ഈക്വൽ ടു 2x + 4y + 3 ദാറ്റ് ലൈസ് ഇൻസൈഡ് ദ സിലിണ്ടർ x² + y² = 4. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഈ കാണുന്ന സ്ഫിയറിൻ്റെയും പ്ലെയിൻ്റെയും ഒരു ഏകദേശം ഫോം ഒന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. സിലിണ്ടർ x² + y² = 4 എന്നൊരു സിലിണ്ടർ ഉണ്ട്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ആക്സിസ് z ആക്സിസ് സെൻറ്റർ ആയിട്ടുള്ള ആക്സിസ് z ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരു ഏകദേശം ഞാൻ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി ഇതിൽ ഒരു പ്ലെയിൻ ഇതിൻ്റെ ഉള്ളിൽ ഇതിനോട് കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിനാണ് 2x + 4y + 3. സപ്പോസ് ഇങ്ങനെയാണ് ആ പ്ലെയിൻ ഉള്ളതെന്ന് വിചാരിക്കാം. ഇതുപോലൊരു പ്ലെയിനാണ്, ഈ സിലിണ്ടറിനെ കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇതിനുള്ളിൽ കിടക്കുന്ന ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ മൊത്തത്തിൽ ആ പ്ലെയിനിൻ്റെ സർഫസ് ഏരിയ കാണേണ്ടതില്ല. ഈ ഒരു പാർട്ടിൻ്റെ സർഫസ് ഏരിയ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രൊജക്ഷൻ XY പ്ലെയിനിലോ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ നമ്മൾ കണ്ടുപിടിക്കും. സപ്പോസ് നമ്മൾ ആ ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ പ്രൊജക്ഷൻ നമ്മുടെ XY പ്ലെയിനിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ സിലിണ്ടറിൻ്റെ ഒരു പിക്ചറല്ലേ നമുക്ക് കിട്ടുക, സിലിണ്ടറിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് കിട്ടുക. അതായത് ഒരു സർക്കിളാണ് നമുക്കതിൽ ഒരു ഡിസ്ക്കാണ് അവിടെ പ്രൊജക്ഷനായിട്ട് നമുക്ക് കിട്ടുക. ഇതുപോലൊരു സർക്കിൾ ബൗണ്ടറി ആയിട്ടുള്ള ഒരു ഡിസ്ക്കാണ് നമുക്ക് XY പ്ലെയിനിൽ കാണാൻ കഴിയുക. ഇത് x² + y² = 4 എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ പാർട്ടായതുകൊണ്ട് ഈ സർക്കിൾ x² + y² = 4 എന്ന സർക്കിളായിരിക്കും ഇതിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്നുണ്ടാവുക ഈ ഡിസ്കിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് 2 റേഡിയസ് 2 ആണ് ഉണ്ടാവുക. സോ -2 to 2, ഇവിടെയും -2 2 ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന R എന്ന് പറയുന്നത്. റീജിയൻ R എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്ക്കാണ്. ഇനി നമുക്ക് സർഫസ് ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? സർഫസ് ഏരിയ = ∬R √1 + ∂f/∂x² + ∂f/∂y² dA എന്നുള്ളതാണ്. അപ്പോൾ ∂f/∂x ഉം ∂f/∂y കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് f(x y) കിട്ടണം. ഇവിടെ തന്നിരിക്കുന്നത് f(x y) എങ്ങനെയാണ് കണ്ടുപിടിക്കുക? z = 2x + 4y + 3 എന്ന് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കൺസിഡർ f(x y) = 2x + 4y + 3. സോ ∂f/∂x here 4y and 3 are constants with respect to x. So the derivative of 2x മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. That will be 2. And ∂f/∂y = 4 എന്നാണ് കിട്ടുക. So here the surface area is ∬R √1 + ∂f/∂x² that is 2² + ∂f/∂y² that is 4² dy dx എന്നുണ്ടാവും. That is ∬R √4² = 16. 4 that is 16 + 4 20 21 എന്ന് കിട്ടും. √21 dy dx എന്നാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് x² + y² = 4 എന്ന രൂപത്തിൽ x² + y² = സംതിങ് എന്ന് പറയുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പോളാർ ഫോമിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പമാവുക എന്ന് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് പോളാർ ഫോമിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം. അതായത് ഈ ആറിൻ്റെ പോളാർ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുക r varies from 0 to 2 ആണ്. കാരണം x² + y² = 2² എന്ന് പറയുന്ന ഫോമിലാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് r² = 2² എന്നുണ്ടാവും. സോ
നമുക്ക് ഈ റീജിയനെ പോളാർ ഫോമിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈസ് വേരീസ് ഫ്രം 0 ടു 2 പൈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ എന്ന് എഴുതാൻ പറ്റും. സോ ടു കൺവേർട്ട് ടു പോളാർ ഫോം we can write it as double integral over r root 21 r dr d theta r dr d theta, that is root 21 into integral r equal to 0 to 2 integral theta equal to 0 to 2 pi r dr d theta. That is നമുക്ക് ആദ്യം ആറിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം. That is root 21 into integral theta equal to 0 to 2 pi r integral r equal to 0 to 2 r dr d theta ചെയ്തു നോക്കാം. That is root 21 into 0 to integral 0 theta equal to 0 to 2 pi integral r equal to 0 to 2 r dr. ആർ ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ കിട്ടുന്നത് ആർ സ്ക്വയർ ബൈ 2 ഫ്രം ആർ ഈക്വൽ ടു 0 ടു 2 ഡി തീറ്റ. ദറ്റ് ഈസ് റൂട്ട് 21 ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു 2 പൈ. ഇവിടെ 2 കൂടെ ഉണ്ട്, ആർ സ്ക്വയർ ബൈ 2 ദറ്റ് ഈസ് 4 ബൈ 2 മൈനസ് 0 ഡി തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് റൂട്ട് 21 ഇൻറ്റു ഇനി ഇതുപോലെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നത് ഇതുപോലെ കാണാം. 4 റൂട്ട് 21 പൈ എന്ന ആൻസറിലേക്കാണ് നമുക്ക് എത്താൻ പറ്റുക. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ കഴിയും. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനുകളും ഒന്ന് നോട്ടിൽ എഴുതി വെച്ചേക്കുക. വിശദമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നോട്ട്സ് എഴുതുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചോളാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. പക്ഷേ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ട്സ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.